നമ്മുടെ വാഷ് ബേസനാണ് ഇവിടെ വരുന്നത്. ഇവിടുന്ന് ഇനി ഇങ്ങോട്ടൊരു പാർട്ടീഷൻ ഉണ്ടാവും CNCയുടെ വാഷ് ബേസൺ കഴുകുന്നുണ്ട്. ഇത് കൗണ്ടർ ടോപ്പ് വാഷ് ബേസനാണ് വരുന്നത് വേണ്ടിയത്. അപ്പോൾ ഇവിടെ കഴുകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കാണാതിരിക്കും. ഇത് സെർവിങ് ടേബിളാണ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഒരു പുതിയ ബോക്സ് ഞാനിവിടെ എക്സ്ട്രാ ഘടിപ്പിച്ചേക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ നോക്കി അവിടെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണത്തില്ല. ഇവിടെ നോക്കുമ്പോൾ ഒരു ഫുൾ ഫിനിഷ്ഡ് ആയിരിക്കും. പിന്നെ ഇവിടുന്ന് നമ്മൾ ലോഫ്റ്റിംഗ് ഇങ്ങനെ വരുവേ. ഇവിടെ ഇനിയൊരു ബോക്സ് വരിക സ്ട്രെയിറ്റ് കാണുന്നിടത്ത്. ഇതിങ്ങനെ ഇങ്ങോട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിമ്മിനി ഇവിടെയാണ് വരുന്നത്. ഇതിപ്പം ബോർഡ് വെച്ച് ചാനൽ അടിച്ചിട്ടുണ്ട്. ബോർഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഹോൾ അടിച്ച് ഇവിടെ നിന്നായിരിക്കും എക്സോസ്റ്റ് ചിമ്മിനിയുടെ പോകുന്നത്. അങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ സ്റ്റൗ വരുന്നത്. ഇവിടെ ടാൻഡം ബോക്സും എല്ലാം ഇവിടെ വരും. ഇത് സിങ്കിനുള്ള പൊസിഷനാണ്. ഇവിടെ പുള്ളോട്ട് ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ട സെർവിങ് ടേബിളിൻ്റെ അകത്തോട്ട് വെക്കാൻ സ്പേസ്. ഈ കോർണർ ഇതെല്ലാം ഫുൾ പാനലിങ് വരും. വന്ന് ഇവിടെ ഇത് ഇങ്ങോട്ട് ക്ലോസ് ആക്കിയിട്ട് ഇവിടെ 2 തട്ടുകൾ കൊടുക്കും. എന്തെങ്കിലും ക്യൂരിയോ എല്ലാം വെക്കാനും ഒക്കെയുള്ള സ്പേസ്. ഇതിനകത്ത് നമ്മൾ ഫുൾ ബോക്സ് തട്ട് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഐറ്റംസ് ഈ ഫ്രിഡ്ജിൽ മറയാൻ വേണ്ടി